ഗൈസ്, അപ്പോൾ ഇത് നമ്മൾ ആൾറെഡി ബോർഡ് പോയ ഒരു മെഷീൻ നമ്മളത് സർവീസ് ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മളൊരു യൂണിവേഴ്സൽ ബോർഡ് ഇട്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ കസ്റ്റമർ പിന്നീട് വേറെ ഒരാളെ കൊണ്ട് സർവീസ് ചെയ്യിച്ച് അതിന് UV ലാമ്പിന് പകരം UV സ്ട്രിപ്പാണ് നമ്മൾ കസ്റ്റമർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ കസ്റ്റമർ അന്ന് പറഞ്ഞായിരുന്നു ഇതിൻ്റെ UV ലാമ്പും ബോർഡും കാര്യങ്ങളൊക്കെ മൊത്തം പോയി കിടക്കുവാണ്, ഫുള്ള് ചേഞ്ച് ചെയ്യണം, ഒന്ന് കുറച്ച് കോസ്റ്റ് ആവുമെന്ന് പറഞ്ഞപ്പം കസ്റ്റമർ അത് ബില്ലിങ് അല്ലായിരുന്നു അത്രയും പേയ്മെൻറ്റ് മുടക്കാനായിട്ട്. പിന്നെ നമ്മുടെ ആ സർവീസ് സ്കിപ്പായി പോയി, പിന്നെ കിട്ടിയില്ല. നെക്സ്റ്റ് ടൈം അവർ ചെയ്ത് വേറെ പാർട്ടീസ് ചെയ്തു, പിന്നീട് നമ്മൾ പിന്നെയും കറങ്ങി നമ്മുടെ കയ്യിൽ തന്നെ വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ഇത്തവണ നമ്മൾ UV ഒന്നും ആഡ് ചെയ്തില്ല, കസ്റ്റമർക്ക് അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നോർമലി ഉണ്ടായിരുന്ന കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ഇതിന് ഓൺ ആണോ ഓഫ് ആണോ എന്നറിയില്ല. ഇതിൻ്റെ അഡാപ്റ്ററിൽ അക്വാഗാർഡിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അഡാപ്റ്ററിൽ ലൈറ്റ്സ് ഇല്ല. അപ്പോൾ ഇതിനൊരു ലൈറ്റ്സ് വെക്കണമെന്നാണ് കസ്റ്റമർ ഫസ്റ്റ് പറഞ്ഞത്. അപ്പോൾ നമ്മളങ്ങനെ ഒരു ലൈറ്റ് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഉള്ളത് ഇതിൻ്റെ SV ഒക്കെ പോയിട്ട് ഭയങ്കര ലീക്കിംഗ് ആയിരുന്നു, വെള്ളം കറക്റ്റായിട്ട് നിൽക്കില്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും സോൾവ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ബോർഡ് കാര്യങ്ങൾ പോയതാണ്, ഒരുപാട് കോസ്റ്റ് ആകും ബോർഡ് റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ബോർഡ് മാറ്റാൻ പറ്റും. അപ്പോൾ UVയും വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടാണ് UV വെക്കേണ്ടെന്നുള്ള രീതിയിൽ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റ് RO മെഷീൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ SMPS തന്നെ മെയിൻ ബോർഡായിട്ട് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ അഡീഷണൽ SMPSും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ കോസ്റ്റ് കുറവാണ്, നിങ്ങൾക്ക് ആ എഫക്റ്റീവ് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ UV ലാമ്പുകൾ നമ്മൾ വെക്കുമ്പോൾ ബസറുള്ള UV ചോക്ക് തന്നെ വെക്കുന്നത്. അപ്പോൾ ഇൻകേസ് UV ലാമ്പ് എങ്ങാനും പോയാൽ തന്നെ നമുക്ക് ബസർ അടിക്കും. അപ്പോൾ നമുക്ക് UV പോയി എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ UV പോകുന്നൊരു കംപ്ലയിൻറ്റ് വരില്ല. അപ്പോൾ ഇതാണ് നമ്മൾ അറിയാതെ കസ്റ്റമർ റേറ്റ് കുറച്ചിൽ വെച്ച് ചെയ്ത UV. ഒരു UVയുടെ സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ എത്ര എഫക്റ്റീവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഒരുപാട് ചെയ്യുന്നവർ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയില്ല ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നും ബാക്ടീരിയക്കെതിരെ എന്തൊരു എഫക്റ്റീവാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഇതിപ്പോഴും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ലോ ബഡ്ജറ്റിലോട്ട് പോകുമ്പോൾ UV ഒക്കെ അത്യാവശ്യം മെയിൻ്റെനൻസ് നല്ല രീതിയിൽ തന്നെ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അത് ബാക്ടീരിയാസിനെ എഫക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ലോ കോസ്റ്റ് ചെയ്തേക്കുന്നൊരു UV സെറ്റപ്പാണ്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്ത് കൊടുത്തതല്ല, ആൾറെഡി നമ്മൾ സ്കിപ്പായി പോയ ടൈമിൽ കസ്റ്റമർ വേറെ ആരുടെയും ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലുള്ള മെഷീൻസിൻ്റെ ബോർഡോ, എത്ര പഴയ മെഷീൻ ആയിക്കോട്ടെ, എത്ര പുതിയ മെഷീൻ ആയിക്കോട്ടെ, നമുക്ക് സർവീസ് കോസ്റ്റ് കൂടുതലാണോ, ബോർഡ് മാറണോ, അല്ലെങ്കിൽ ഇത്ര ഒരു വർഷം പോലും നിൽക്കുന്നില്ല അതിൻ്റെ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ, എങ്ങനെയൊക്കെ എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും നമുക്കത് ചെക്ക് ചെയ്ത് റെഡിയാക്കാവുന്നതാണ്. പ്ലീസ് ഡു കോൺടാക്റ്റ് അസ്.